തിരുവനന്തപുരത്തെ SFI KSU സംഘർഷത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധം. തൃശൂരും മലപ്പുറത്തും SFI മാർച്ചിൽ സംഘർഷം. SFIയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അല്പസമയത്തിനകം തുടങ്ങും. മലപ്പുറത്തും തൃശൂരുമാണ് നിലവിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നത്. മലപ്പുറത്ത് നിന്ന് അരുൺ അമൃതനാഥും ഒപ്പം തൃശൂരിൽ നിന്ന് MS ലിഷോയും വിവരങ്ങളുമായി നമുക്കൊപ്പമുണ്ട്. അരുണിലേക്ക് ആദ്യം. അരുൺ, മലപ്പുറത്തെ സംഘർഷാവസ്ഥ എങ്ങനെയാണ് തുടരുന്നത്? സമാപിക്കുകയാണ്. നേരത്തെ അല്പസമയം മുമ്പാണ് ഇന്നലത്തെ കേരള സർവകലാശാലയിൽ പ്രതിഷേധത്തെ തുടർന്ന് SFIയുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടായത്. ഈ പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിട്ടു. തുടർന്ന് ജലപീരങ്കി പോലീസ് ഇവർക്ക് നേരെ പ്രയോഗിച്ചു. ആ സമയത്ത് ഈ വാഹനത്തിന് മുകളിൽ കയറി ഈ ജലപീരങ്കി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന മെഷീന്റെ ദിശ തിരിച്ചുവിട്ട് ഉൾപ്പെടെയായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം. ഏറെ നേരം ഈ വാഹനത്തിന് മുകളിലായി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. എന്തായാലും സംഘർഷ സാഹചര്യത്തിന് അയവ് വന്നിട്ടുണ്ട്. പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഇനി അത്തരത്തിൽ റോഡ് ഉപരോധത്തിലേക്കോ മറ്റോ കടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ്. SP ഓഫീസിന് മുന്നിലെ ബാരിക്കേഡിന് മുന്നിൽ നിന്ന് പ്രവർത്തകർ ഇപ്പോൾ പിരിയുകയാണ് എന്നുള്ളതാണ്. ഏകദേശം 10 മിനിറ്റോളം തുടർച്ചയായി തന്നെ ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. പോലീസിന് ചില ഘട്ടത്തിൽ ലാത്തി പ്രയോഗിക്കേണ്ട സാഹചര്യവും ഉണ്ടായി. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും കടുപ്പിക്കുമെന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് വിവിധ ജില്ലകളിലായി തന്നെ SFI ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത്. മോത്തി. ശരി അരുൺ, മലപ്പുറത്ത് ഇതാണ് അവസ്ഥ. ഇനി തൃശ്ശൂരിൽ ലിഷോയ് ചേർന്നു. ലിഷോയ്, തൃശ്ശൂരിൽ എന്താണ് അവസ്ഥ? തൃശ്ശൂരിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഈ പോലീസിനെതിരായുള്ള ഒരു ബാരിക്കേഡുകൾ തള്ളിമറിച്ചിടാനുള്ള ഒരു നടപടികളിൽ നിന്ന് ഇപ്പോൾ പ്രവർത്തകർ പിൻവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഈ ഉദ്ഘാടന സമ്മേളനം, അതായത് ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം പ്രസംഗമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് CMS സ്കൂൾ പരിസരത്ത് നിന്നുമാണ് ഈ മാർച്ച് ആരംഭിച്ചത്. ആ മാർച്ച് സ്വരാജ് റൗണ്ട് ചുറ്റി നേരെ പോസ്റ്റ് ഓഫീസ്, ഈ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലൂടെ കടന്ന് നേരെ ഈ പട്ടാളം റോഡിലേക്ക് കടക്കുകയായിരുന്നു. തൃശ്ശൂർ കമ്മീഷണർ ഓഫീസിലേക്കാണ് ഈ മാർച്ച് നിശ്ചയിച്ചിരുന്നത്. കമ്മീഷണർ ഓഫീസിന് മുൻപേ തന്നെ പട്ടാളം റോഡിൽ BSNL ഓഫീസിന് മുൻവശത്ത് വെച്ച് തന്നെ പോലീസ് വലിയ തോതിൽ ബാരിക്കേഡുകളൊക്കെ തന്നെ വെച്ച് ഈ പ്രവർത്തകരെയൊക്കെ തന്നെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ഒരു വലിയ പോലീസ് സന്നാഹവും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. ആ ശ്രമം ചെറുക്കുന്നതിന് വേണ്ടി പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പക്ഷേ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പോലീസ് പ്രതിരോധം തീർത്തിട്ടും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനായി ഇതുവരേക്കും ഈ SFI പ്രവർത്തകർ തയ്യാറായിട്ടില്ല. എന്തായാലും ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ വീണ്ടും ഒരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് തൃശ്ശൂരിൽ നടന്നത്. തിരുവനന്തപുരത്ത് നടന്ന ഈ ഒരു ഇന്നലത്തെ ഈ വിജയാഹ്ലാദ പ്രകടനവും അതിനോടൊപ്പം തന്നെ തുടർന്നുണ്ടായ സംഘർഷവും ഒക്കെ തന്നെയാണ് ഈ പോലീസിന്റെ നടപടികൾ അതിൽ ഉണ്ടായത്. അതിൽ വലിയ തോതിലുള്ള ഒരു അമർഷം SFI പ്രവർത്തകർക്കിടയിലുണ്ട്. വലിയ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ജില്ലയിൽ സംസ്ഥാനത്തെ പലയിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ രാവിലെ ഈ കമ്മീഷണർ ഓഫീസിലേക്ക് SFIയുടെ പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒപ്പം മലപ്പുറത്ത് നിന്നും അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകി.